ഈ നമ്മുടെ ഇന്നിപ്പോൾ ആത്മഹത്യ ചെയ്ത അതെ ആനന്ദിൻ്റെ ഈ കത്തിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് വിപുലമായി പരിശോധിക്കും. കാരണം ഭീഷണിയെ തുറന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് പൊതുവിൽ അറിയപ്പെടുന്ന കാര്യം. അപ്പോൾ ആരൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയത്? ജില്ലാ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? സംസ്ഥാന നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഈ കാര്യം വളരെ വിപുലമായും വിശദമായും പോലീസ് അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഈ നിലയിലുള്ള സാംസ്കാരിക ശൂന്യവും ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായിട്ടുള്ള ഈ ഇത്തരം ഇടപെടൽ അത് RSS BJPക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും നമുക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഏത് പാർട്ടിയിൽപ്പെട്ടവർക്ക് നേരിടുന്ന അനുഭവമായിരുന്നാലും അത് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇതിൽ ഒരു രാഷ്ട്രീയം കാണണ്ട. ശശി തരൂരും ചന്ദ്രശേഖരനും പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു രാഷ്ട്രീയം കാണണ്ട. ചന്ദ്രശേഖരൻ പറഞ്ഞാൽ മതി ഞങ്ങളുടെ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആത്മഹത്യ നടന്നതെന്നുള്ളവരും പറഞ്ഞാൽ മതി. അതിലൊരു രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരു രാഷ്ട്രീയം ഈ കാര്യത്തിൽ കാണുന്നില്ല. ഈ കിട്ടിയ അവസരം മുതലെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നില്ല. പക്ഷേ നടന്ന കാര്യങ്ങൾ 2 പേരുടെ മരണമാണ്, ജീവനാണ് എടുത്തിരിക്കുന്നത്. നെടുമങ്ങാട് മൂന്നാമതൊരു കുട്ടി മരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ നിരന്തരമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ വൈകല്യം കൊണ്ടാണ് നടക്കുമ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ശശി തരൂർ പൊതുവിൽ ഇപ്പോൾ BJP സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടതും എങ്ങനെ നഷ്ടപ്പെട്ടു, ആര് മുഖാന്തരം നഷ്ടപ്പെട്ടു, അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു, ഒരു കുടുംബമുണ്ട്. അത് എങ്ങനെ നഷ്ടപ്പെട്ടു, എന്തിനു വേണ്ടി നഷ്ടപ്പെട്ടു, അതിന് കാരണക്കാരാരാണ്, ആ കാരണത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ആ കാര്യം കാണുമ്പോൾ അതിൽ ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, വ്യക്തി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഒരു മറുപടിയും ഇല്ലാതെ വരുമ്പോൾ തടിയൂരി പോകുന്ന സംഗതിയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളത് വിടുന്ന പ്രശ്നമില്ല. കുറച്ച് നാളായിട്ട് ശശി തരൂരിൻ്റെ ശബ്ദം BJPയുടെ ശബ്ദത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്. ഈ കാര്യത്തിലും അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ഞാൻ എന്തായാലും അത് അതിശയം എനിക്ക് തോന്നുകയാണ്. ഒരു ജീവനല്ലേ നഷ്ടപ്പെട്ടത്, അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളവർ അദ്ദേഹം അറിയണ്ടേ. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചതല്ലല്ലോ, ഒരു കാരണമുണ്ടല്ലോ മരിച്ചതിന്. ആ കാരണം എങ്ങനെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തനം എങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി പറ്റും? ഞങ്ങൾ മൗനം പാലിക്കണമെന്നാണോ പറയുന്നത്? ആ കാര്യത്തിൽ ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കും. തിരുവനന്തപുരത്തെ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എന്ന് മാത്രമല്ല, അനിൽകുമാറിൻ്റെ വീട്ടിൽ പോയ അവസരത്തിൽ അനിൽകുമാറിൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ്. അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ മാന്യതയുടെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഒരു രാഷ്ട്രീയ മര്യാദയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു വനിത ടീച്ചർ എന്നുള്ളതിൽ അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പുറത്ത് പറയുന്നില്ല. ആ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ പല RSS BJP നേതാക്കന്മാരും ജയിലിൽ പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വലിയ പാർട്ടികളാകുമ്പോൾ, തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ചില ഈ ലോക്കൽ ബോഡീസ് തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ചിലപ്പോൾ ആഗ്രഹങ്ങൾ കാണണം, ചില മത്സരം ഉണ്ടാകാറുണ്ട്. അതൊരു പുതിയൊരു കാര്യമല്ലല്ലോ. ലോകത്ത് ജനാധിപത്യം ഉണ്ടായ കാലം മുതൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇതേപോലുള്ള ക്രൂരത ഉണ്ടാക്കാൻ വേണ്ടി പാടില്ലല്ലോ. രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. ഇപ്പം നമ്മുടെ അസംബ്ലിയിൽ റിബൽ സ്ഥാനാർത്ഥികളില്ലേ, പാർലമെൻറ്റ് റിബൽ സ്ഥാനാർത്ഥികളില്ലേ, അവരെല്ലാം ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ ഇത്രയും പേരിരിക്കുന്നത്, നമ്മൾ ആത്മഹത്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ തീരുമാനിക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് തീരുമാനിക്കുമോ? ചുമ്മാ തീരുമാനിക്കില്ലല്ലോ. ഒരു വഴക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമോ? അല്ലെങ്കിൽ ഒന്ന് കളിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമോ? അത്രമാത്രം ഭയാനകമായ രൂപത്തിൽ നേരിടുവാൻ കഴിയാത്ത നിലയിലുള്ള ഭീഷണിയും ഉപദ്രവവും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വേറെ ആരും ചോദിച്ചില്ലല്ലോ. 6 വയസ്സായ ഒരു കുട്ടിയെ 2 പ്രാവശ്യം ബുദ്ധിമുട്ടിച്ചത കാര്യം ഞാൻ പറഞ്ഞത് കോടതി ശിക്ഷിച്ചല്ലോ. അത് BJPയുടെ സാംസ്കാരിക മുഖമല്ലേ അത്? ഞാൻ വലിയ രാജീവ് ചന്ദ്രശേഖരനെ പോലെ അത്ര എല്ലാ രംഗത്തും വിദ്വാനൊന്നുമല്ല. സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ വലിയ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ വലിയ വൻകിട മുതലാളിയോ ഒന്നുമല്ല.
എനിക്ക് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും കർഷക തൊഴിലാളിയുടെയും ചുവട്ടുതൊഴിലാളിയുടെയും ഒക്കെ തന്നെ ശബ്ദം അറിയാം. അവർ പഠിപ്പിച്ച വിദ്യ എനിക്കറിയാം. ആ വിദ്യ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് ഒരു നാണക്കേടായിരിക്കും സ്വീകരിക്കാൻ. കാരണം പാവപ്പെട്ട വേർക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വിദ്യ രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരവും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്ഥാനമാനങ്ങളും ഒക്കെ അങ്ങനെയാണ്. എന്താ ചോദിച്ചാൽ